ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഒരു ദിവസം ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. കൊച്ചു കുട്ടിയല്ല, കുറച്ച് വലിയൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് സഫാണ്. ആ സഫയുടെ പേര് സഫയായിരുന്നു. സഫയുടെ വീട്ടിൽ പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും അകത്ത് നല്ല തണവായിരിക്കും. അപ്പോൾ അവളെ വീട്ടിൻ്റെ ഉള്ളിലും കുറേ മരങ്ങൾ വെച്ച കാരണം അവിടെ തണവായിരിക്കും. അപ്പോൾ അവൾക്ക് ആരുണ്ടായിരുന്നില്ല കളിക്കാൻ. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നായിട്ട് നടന്ന് കളിക്കലും ഇരിക്കലും, മരത്തിൽ കളിക്കലും ഇരിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ഒരു ദിവസം റോട്ടിക്കിറങ്ങി. ഒരു വൈകുന്നേര സമയത്ത് അവൾ റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ കുറേ മുടികൾ കിട്ടി. അവൾക്ക് കുറേ മുടികൾ കിട്ടിയപ്പോൾ അവളിലൊരു മരം ഉണ്ടായിരുന്നു. ഇടിച്ചക്കയുടെ മരമൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൽ പോയിട്ട് ആ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വി ഷേപ്പിലുള്ളൊരു മരമായിരുന്നു. അവിടെ അവൾ കുറേ നേരം അവിടെ കളിക്കാറുണ്ടായിരുന്നു. മണ്ണ് കൊണ്ട് ഓരോന്നുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കായിരുന്നു. അതേപോലെ അവൾ അവിടെ വെച്ചിട്ട് ഈ മൂടികളൊക്കെ ഒരു കൂടാരം പോലെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഒരു നല്ല സ്പേസ് ഉള്ള ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുപ്പി കണ്ടിരുന്നു. കുപ്പിയുടെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് അത് കിട്ടാതെ. അപ്പോൾ അവൾ കുറേ ശ്രമിച്ച് കറ്റൊക്കെ എടുത്ത് വന്ന് കുറേ ശ്രമിച്ച് ലാസ്റ്റ് അത് കിട്ടിയപ്പോൾ അവൾ അവിടെ തീരുമാനിച്ചു, ഞാനിനി അവിടെ ഒരു കുളം ഉണ്ടാക്കിയിട്ട്, കുളം പോലെ മണ്ണ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് കുത്തി അതിലേക്കൊരു വെള്ളമാക്കിയിട്ട് ഞാനിന്ന് കുളം ഉണ്ടാക്കി അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ കളിക്കാൻ തുടങ്ങി. അവളങ്ങനെ പതിയെ കളിക്കാൻ തുടങ്ങിയിട്ട് അവിടെ വെള്ളമൊക്കെ ഉണ്ടാക്കി ഇതാക്കി. അപ്പോഴാണ് അവിടെ ഒരു കാര്യം അറിഞ്ഞത്. ഇവിടെയൊക്കെ ഒരു നിധിയുണ്ട് പറഞ്ഞ് ട്രഷർ ചെയ്യാൻ നോക്കുമ്പോൾ അവൾ മണ്ണ് കുഴിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു പേപ്പർ കിട്ടിയപ്പോൾ അവൾ അതെടുത്ത് നോക്കി. അപ്പോൾ അതിലൊരു ട്രഷർ കണ്ടു. ട്രഷർ എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പിയുടെ ചെറിയൊരു മൂടിയും വലിയൊരു മൂടിയും ഉണ്ടായിരുന്നു. ആ മൂടി ഒരു ഡപ്പാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പല്ല് മാതിരിയുള്ള ഒരു ക്രിസ്റ്റൽ സാധനം ഉണ്ട്. അത് കിട്ടുന്നവർക്ക് വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്നാണ് പറഞ്ഞു. ഒരു പല്ല് പോലുള്ള സാധനം ഉണ്ടായിരുന്നു. പണ്ടുള്ള ഒരു രാജ്യത്തുള്ള ഒരു ആളുടെ ഒരു പല്ലായിരുന്നു. ആ പല്ലിപ്പോൾ നമുക്ക് അമ്യൂസ് പാർക്കിൽ വെക്കാം, എന്ത് വേണിച്ചാലും എവിടെ വേണിച്ചാൽ പാർക്കിലൊക്കെ വെക്കാം. അങ്ങനെ ഓരോ വെക്കണ പാർക്കിലുണ്ടാവില്ലേ, ആ പാർക്കിലൊക്കെ വെക്കാം. അപ്പോൾ അതേപോലെ അവൾ അവിടെ വെച്ചു. അപ്പം അവൾ തുടങ്ങി ഡോറയുടെ പോലെ സഞ്ചാരിയിട്ട് തുടങ്ങി. അവൾ ഓരോ ഇതിലേക്ക് പോകുമ്പോൾ അവിടെ മാപ്പുകളൊക്കെ കിട്ടും. ആ മാപ്പുകളൊക്കെ എടുത്ത് അവൾ ശേഖരിച്ചിട്ട് അവൾ ലാസ്റ്റ് ആ സ്ഥലം കിട്ടി. സ്ഥലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൾ വന്ന സ്ഥലം തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും അവൾ കുറേ നേരം നടന്നിട്ട് അവളൊരു കുളം കണ്ടു. ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അവൾ എന്ത് കാട്ടി, അതിന് വെള്ളം കുടിച്ചിട്ട് അവൾ ഇറങ്ങി വീണ്ടും കുറേ നേരം നടന്ന് അവളുടെ കയ്യിലൊരു പെറ്റുണ്ടായിരുന്നു. പെറ്റിൻ്റെ പേരാണ് ലില്ലി പൂച്ചയാണ്. ലില്ലി ഒരു ക്യാറ്റായിരുന്നു. അപ്പോൾ ആ ക്യാറ്റിൻ്റെ കൂടെ ക്യാറ്റിന് വയ്യാണ്ടായി നടന്ന്. അപ്പോൾ അവളെ എടുത്തിട്ട് ബാഗിൻ്റെ ഒരു സൈഡിലാക്കി അവളെ കൊണ്ടുപോയി. അങ്ങനെ നടന്ന് അവൾ ആ കുളമെത്തി. കുളത്തിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. എന്നിട്ട് അവൾ അവിടെ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തിയപ്പോൾ ഒരു സൗണ്ട് കേട്ടപ്പോൾ വീണ്ടും അവൾ കുത്താൻ തുടങ്ങി. കുത്തി ലാസ്റ്റ് അവിടെ ഒരു പച്ച മൂടിയുള്ള ഒരു സാധനം കണ്ട്. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവർ പറയണ ആ സാധനം അവിടെ ഉണ്ടായിരുന്നു. എത്രയേ ഉള്ളൂ കഥ. ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ, കമൻറ്റ് ബിലോ.